നാളും നമ്മളെ കൈവിടാതെ, എന്നെ നിങ്ങൾ ഉപേക്ഷിക്കാതെ ആ കാത്ത് പരിപാലിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ് ഞാൻ നിങ്ങൾ കടന്നുകൊണ്ടിരിക്കുന്നത്. സ്വന്തക്കാരും ബന്ധക്കാരും ഒക്കെ നമ്മളെ തള്ളിക്കളഞ്ഞപ്പോഴും തള്ളിക്കളയാതെ നമ്മളെ കാത്തു പരിപാലിച്ച ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ്. ആകാരനായി തുറന്ന ഒരു ഈ മരുഭൂമിയിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി തുറന്ന ഒരു ദൈവമുള്ള പ്രിയരെ, ആ ദൈവത്തെ ആരാധിക്കാനും സ്തുതിക്കാനും മറന്നു പോകില്ല. ഹല്ലേലൂയ. യേശു നമ്മുടെ കരം പിടിച്ച് ഉയർത്തിയത് കൊണ്ടാണ് ഹല്ലേലൂയ അവൻ എനിക്ക് നിങ്ങൾക്ക് മതിയായി ഹല്ലേലൂയ ഈ മരുഭൂമിയിലും നമ്മളെ ശ്രേഷ്ഠമായി പോറ്റി പുലർത്തുന്നത്. ഹല്ലേലൂയ. മരണത്തിന്റെ ഭീതിയിലായിരുന്ന നമ്മളെ മരണഭീതി മാറ്റിയ ഒരു ദൈവം ഇന്നിവിടെ കടന്നു വരുന്നുണ്ട്. നമ്മുടെ താഴ്ചയിൽ നമ്മളെ ഓർത്ത ദൈവം, ആ ദൈവത്തെ എത്ര പേർക്ക് ആരാധന സന്തോഷമായി. ഹല്ലേലൂയ. അങ്ങനെയുള്ള ദൈവത്തെ ഒരിക്കൽ പ്രകാരം സ്തുതിച്ചാട്ടെ. നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. മതിയായവൻ യേശു മതിയായവൻ
തുണയായവൻ, ഓ മതിയായവൻ, യേശു മതിയായവൻ. ഏതു നേരത്തും തുണയായവൻ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ
അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. ഹല്ലേലൂയ. ആ ദൈവത്തെ ഇന്ന് ആരാധിക്കാനുള്ള സന്തോഷമുണ്ട്. അങ്ങനെയുള്ള എല്ലാവരും ദിവസം എഴുന്നേറ്റാണ് നമ്മളൊരു പാട്ടോട് പാടി ദൈവത്തെ ആരാധിക്കാൻ പോകുക. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് ഞാൻ നിങ്ങൾ ആരാധിക്കുന്നത്. ഒരു വചനം ഇങ്ങനെ പറഞ്ഞു, ഓരോരുത്തരും അവനവന്റെ വഴികൾക്കും പ്രവർത്തികൾക്കും തക്ക മറുപടി കൊടുക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവം എന്നോട് വന്നിട്ടുണ്ട്. നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ഹല്ലേലൂയ നമ്മുടെ ദൈവം എന്നോട് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മളെ നന്നായി ആരും അറിഞ്ഞില്ലെങ്കിലും എന്നെയും നിങ്ങളെയും നന്നായി അറിയുന്ന ഒരു ദൈവം വന്നിട്ടുണ്ട്. അമ്മയെ പോലെ നമ്മളെ കരങ്ങളിൽ എടുത്തു പിടിച്ച് നമ്മളെ മാറോട് ചേർക്കുന്ന ദൈവത്തെ ആരാധിക്കാൻ സന്തോഷമുണ്ട്. ഭാരത്താൽ വലഞ്ഞാലും ദുഃഖത്താൽ വലഞ്ഞാലും ഈ ദൈവം മാത്രമേ ഉള്ളൂ ഈ മരുഭൂമി. ആരൊക്കെ നമ്മളെ തള്ളിയാലും നമ്മളെ തള്ളിക്കളയാത്ത ഒരു ദൈവത്തെ നമുക്ക് അല്പനേരം പാട്ടുകൾ പാടി നമുക്ക് ഒരുമിച്ച് എല്ലാവരും കരങ്ങളടിച്ച് കുഞ്ഞുങ്ങളിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. Study
ഒരുങ്ങാം എന്ന സന്ദേശത്തിൽ നമ്മുടെ മതത്തിൽ അയക്കപ്പെട്ടിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ റജി തോമസ് അവർ പഞ്ചാബിന്റെ പ്രദേശത്ത് സുവിശേഷ വേലയിലായിരിക്കുന്ന പ്രിയ കർത്തദാസൻ, അപ്പോൾ തന്നെ ഒരു വേദ അധ്യാപകനും കൂടി ആയിരിക്കുന്നു. ഇന്ന് സന്ധ്യയെങ്കിൽ കർത്താവിന്റെ വിലപ്പെട്ട ദാസനെ കരങ്ങളെ ചേർത്തടിച്ച് തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി നമുക്ക് ക്ഷണിക്കാം. എല്ലാവരുടെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ പാദപീഠത്തിൽ ഇന്ന് രാത്രി ഈ വൈകിയ സമയത്ത് വചനമായിട്ട് നിൽപ്പാൻ എന്നെ പ്രാപ്തനാക്കിയ ദൈവത്തിന് സകല മാനവും മഹത്വവും പുകഴ്ചയും ഞാൻ അർപ്പിക്കുന്നു. ഇന്ന് ദൈവവചന ശുശ്രൂഷയ്ക്കായി എന്നെ ക്ഷണിച്ച സഭയ്ക്ക് കർത്താവിന്റെ അഭിഷിക്തന്മാർക്ക് കർത്താവിന്റെ നാമത്തിൽ വന്ദനത്തെ സ്നേഹത്തെ അറിയിക്കുന്നു. 12 വാക്കുകളിൽ ഞാൻ പരിചയപ്പെടുത്തിയിട്ട് എനിക്ക് ദൈവം തന്ന നിയോഗത്തിൽ ശുശ്രൂഷിക്കാൻ താല്പര്യപ്പെടുന്നു. എൻ്റെ പേര് റജി തോമസ് എന്നാണ്. എൻ്റെ സ്വദേശം പത്തനംതിട്ട ജില്ലയിലെ അടൂർ കൊടുമണ്ണാണ്. പത്തനംതിട്ട ജില്ലയിൽ അടൂരിനടുത്ത് കൊടുമണ്ണ് എന്ന സ്ഥലത്താണ്. ഞാനൊരു സിറിയൻ കാതലിക് ബാങ്കിലൂടെ ജനിച്ചു വളർത്തപ്പെട്ടു. അതിൻ്റെ ചട്ടങ്ങളും നിയമങ്ങളുമായിട്ടൊക്കെ കടന്നുപോയി. എന്നാൽ സമയമായപ്പോൾ കർത്താവ് തന്റെ വചനം ഞങ്ങളെ പിടിച്ചേൽപ്പിച്ചു. ആ ദൈവസ്നേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പാരമ്പര്യവും ആചാരാനുഷ്ഠാനങ്ങളെല്ലാം വിട്ടിട്ട് കർത്താവിന്റെ സൗഖ്യം എന്റെ പപ്പ അറിഞ്ഞ് അതിലൂടെയാണ് ഞങ്ങൾ ദൈവസ്നേഹത്തെ അറിയുന്നത്. തൊഴിൽ മടത്തുൽ ഹോസ്പിറ്റലിൽ 6 ഇലക്ട്രിക് ഷോക്ക് ഘടിപ്പിച്ച് ഡോക്ടർമാർ ഒരു മെന്റൽ ഡിപ്രഷൻ പേഷ്യന്റ് എന്ന് മുദ്ര കുത്തി അപ്പനെ കൈവിട്ടപ്പോൾ സ്വർഗത്തിലെ അപ്പൻ എന്റെ അപ്പനെ ഏറ്റെടുത്ത് അത് സൗഖ്യപ്പെടുന്നത് കൊണ്ടാണ് ഞങ്ങൾ വിശ്വാസത്തിൽ വന്നത്. അതാണ് ഒരു മുഖാന്തരം. ഞങ്ങൾ 3 സഹോദരന്മാരാണ്. ജ്യേഷ്ഠന് ബോംബെയിലായിരിക്കുന്നു. ഒരു ഫാമിലിയായിട്ട് അവിടെയാണ്. വിശ്വാസത്തിൽ വന്നിട്ടില്ല. അത് പ്രാർത്ഥനയിലൊക്കെ ഒത്തിരി ചെയ്തു വന്നത്. നിങ്ങളോട് പ്രാർത്ഥിക്കുക. 2020 എന്റെ പപ്പ BP-യുടെ ഒരു പ്രയാസം, ഒരു ഓവറായിട്ട് BP പ്രയാസമായി. മൂക്കിൽ നിന്ന് വായും ബ്ലഡ് ഒമിറ്റ് ചെയ്തിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. അതിലൂടെ ഒരു സ്ട്രോക്ക് ആയി തീർന്നു. 6 മാസം പാരലൈസ്ഡായിട്ട് കിടന്നു. ഡിസംബർ 28 അടുപ്പിച്ച് പപ്പ താൻ പ്രിയം വെച്ച് ഇതിലേക്ക് ചേർക്കപ്പെട്ടു. അന്ന് ഇപ്പം ശാരീരികമായ ക്ഷീണം നിമിത്തം വീട്ടിലുണ്ട്. 2003 ബൈബിൾ കോളേജിൽ മണക്കാലം പഠിച്ചു. അതിനുശേഷം 2005-2008 ട്രിവാൻഡ്രം ബൈബിൾ കോളേജ് പോങ്ങോട് ഹാർവസ്റ്റ് മിഷൻ ബൈബിൾ കോളേജിൽ പഠിക്കാൻ കഴിഞ്ഞു. അവൻ കഴിഞ്ഞ ദിവസം വരെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. MTH വരെ പഠിച്ചു നിർത്തി. ഇപ്പൊ ദൈവം തന്ന പ്രാപ്തിക്കനുസരിച്ച് ചിലതൊക്കെ വചനം പഠിപ്പിക്കുന്നു. അത് ദൈവം സഹായിച്ച ദൈവം. പുകഴുവാനോ പ്രശംസിക്കാനോ ഒന്നുമില്ല. ദൈവം തന്ന സ്നേഹമാണ്, ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. അവന് കിട്ടിയ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന പ്രാപ്തി എല്ലാം തികഞ്ഞിട്ടല്ല. നീണ്ടുകിടക്കുന്ന മഹാസമുദ്രത്തിൽ നുരുകി കുമ്പിള് വെള്ളം എടുത്താൽ എന്നാ ചെയ്യാനാ? അവൻ കിട്ടിയ അറിവ് പഠനമായാലും വിഷയങ്ങളാണേലും പറഞ്ഞു കൊടുക്കുക. അതാണ് ഒരു നിയോഗം. കുടശനാട്, കുഴിമറ്റം, മൂലയിടം, വർക്കല, അഷ്ടമുടി ഒക്കെയുള്ള സ്ഥലങ്ങളിൽ കർത്താവിന്റെ വേലയില് സഭാ ശുശ്രൂഷയിലായിരുന്നു. ലാസ്റ്റിൽ ഇരുന്നത് ദൈവത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ദൈവത്തിനോടുള്ള അഷ്ടമുടി സംബന്ധിച്ചോടുള്ള സഭ. അവിടെ ചർച്ചും പാർഷനും ഒക്കെ ഉണ്ട്. 10-60-70 വിശ്വാസികളൊക്കെ ഉണ്ട്. ഇംഗ്ലീഷിൽ മാന്യമായി ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിനോട് തരുന്ന മാന്യമായ സാലറി കാര്യങ്ങളുണ്ട്. കൊല്ലം സെക്ഷന്റെ മിഷൻസിന്റെ ഡയറക്ടറായിട്ട് സേവനം അനുഷ്ഠിച്ചതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിലെ കോവിഡിന് മുമ്പേ എനിക്ക് ഷാർജയിൽ വിസിറ്റ് ചെയ്യാൻ ഒരു അവസരം ഒരുക്കി. അതിലൂടെ കൊല്ലത്ത് മിഷൻ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി പരസ്യയോഗ നടത്താൻ പെർമനന്റ് ഒരു ബോക്സ് വാങ്ങിക്കാൻ കർത്താവ് സഹായിച്ചു. ഞങ്ങളെല്ലാം പരസ്യയോഗ കവലത്തൊഴിലാളികളാണ്, കവലപ്രസംഗികളാണ്. ആരുമന്തിലും ബൈക്കിൽ ബോക്സ് വെച്ച് കെട്ടി പരസ്യയോഗം നടത്തി ശീലമായതുകൊണ്ട് അതൊരു സന്തോഷം. പോസ്റ്റുമാരെ പോലെ ആരും പ്രതീക്ഷിച്ചോ ഒന്നും പ്രതീക്ഷിച്ചൊന്നുമല്ല. ഞങ്ങളെല്ലാം ഇങ്ങനെ പറയാറുണ്ട്, ഞങ്ങളൊക്കെ ഒരു ടീമുണ്ട്. ഒരു കുറച്ച് ദൈവാസന്മാർ പരസ്യയോഗത്തിന് വേണ്ടി മാത്രമുള്ള കുറച്ച് പേരുണ്ട്. ഞങ്ങളെല്ലാം പറയുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും ദേഷ്യവും വിഷമമുണ്ട്, ആ ദേഷ്യം മൊത്തം പിശാചിന്റെ നെഞ്ചത്ത് കൊണ്ട് തീർത്തിട്ട് ഞങ്ങൾ വീട്ടിൽ വരുത്തുന്നു. കാരണം ഒരു വലിയ ആമേന് സ്വന്തം പറയാൻ ഇതുപോലൊന്നും ആരും ഇല്ലാതിരിക്കുമ്പോൾ കവലയിൽ പോയി പ്രസംഗിക്കുമ്പോൾ ഒത്തിരി പേര് യേശുവിന്റെ സ്നേഹം അറിഞ്ഞ ഒത്തിരി ചരിത്രം ഞങ്ങളുടെ ജീവിതത്തിൽ അതൊക്കെ അതുകൊണ്ടൊക്കെ ആയിരിക്കും കർത്താവ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഞാൻ കുവൈറ്റ് ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ നോർത്ത് ഇന്ത്യ പോയപ്പോഴും കുവൈറ്റ് കാണാൻ ദൈവം കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാൽ
എവിടെ പോകണമെന്ന് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ കറങ്ങി തിരിച്ചാൽ നമ്മളെ കൊണ്ടുവരും എന്നുള്ളത് ഉറപ്പാണ്. അത് ദൈവത്തിന്റെ സ്നേഹമാണ്. അത് സഭ തിരിച്ചറിയുക. കുഞ്ഞുങ്ങളെ കുറിച്ച് ഭാരപ്പെടണ്ട, കുടുംബത്തെ കുറിച്ച് ഭാരപ്പെടണം. ഒരു നിയോഗം, ഒരു ദൂത് കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. 2 മിനിറ്റ് താമസിച്ചാലും ദൈവം കൊണ്ട് തരുമെന്ന് ഉറപ്പുവരുത്തി സ്തോത്രം ചെയ്യുക. ആ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം ചെയ്യുക. കഷ്ടപ്പെടി സഭയാണ്. ആ സഭയ്ക്ക് മുകളിൽ ഒരു പാർസനേജിൽ ഒരു 10-27 അടി നീളത്തിൽ റൂഫിംഗ് ഒന്നുമില്ല, മേൽക്കൂര. ഞങ്ങള് വർക്കലിൽ നിന്ന് 4 വർഷം കഴിഞ്ഞ് അവിടുത്തെ ട്രാൻസ്ഫർ കഴിഞ്ഞ് അഷ്ടപടി സഭയിലോട്ട് വന്ന സമയത്ത് അവിടെ എന്റെ ഞാൻ ഒത്തിരി പുസ്തകങ്ങൾ വായിക്കും. പിന്നെ ഒത്തിരി സാധനങ്ങൾ, പാർസലിൽ ഒത്തിരി സാധനങ്ങൾ നനഞ്ഞു പോയി. പെരുമഴ, ജൂൺ മാസത്തിലെ ട്രാൻസ്ഫറിന്റെ സമയമല്ലേ, മെയ് കഴിഞ്ഞ് ഭയങ്കര കായൽ തീരുവ, തണുപ്പ് കൊണ്ട് മഴയാണ്. ഞാൻ എന്റെ കാറ് കുഞ്ഞ ടാർപ്പാളിൽ എടുത്ത് കുറച്ച് സാധനങ്ങൾ എന്നിട്ട് ഒത്തിരി സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയി. അന്നേരം എനിക്ക് മനസ്സിലായി. ഞാനത് പറഞ്ഞ് പ്രാർത്ഥിച്ചു, കർത്താവേ, ഇനി ഒരു ദൈവദാസൻ ഇനി കരഞ്ഞോണ്ട് ഇവിടെ വന്ന് താമസിക്കരുത്. ഒരു സ്ഥാപനം വേസ്റ്റ് ആയിപ്പോയി. അതുകൊണ്ട് ഇവിടെ റൂഫിംഗ് ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചു. 21 ഡേയ്സ് ഫാസ്റ്റിംഗ് ഇരുന്നു. ആ ഫാസ്റ്റിംഗ് തീരുന്ന സമയത്ത് ആ റൂഫിംഗും പരിപാടിയും തീർന്നു. ഒരാമേ പറയാൻ പറ്റും. ഇത് പറയുമ്പോൾ തന്നെ അവർ ചർച്ചിലൊരു അംഗമാണ്. അവിടെ ദൈവത്തെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന രംഗങ്ങൾ. അദ്ദേഹത്തോടും ഞാൻ വിഷയം പറഞ്ഞില്ല, പ്രാർത്ഥിച്ചു. ദൈവം തന്നൊരു നിയോഗത്തിൽ എന്റെ ഒരു ആഗ്രഹം, അതങ്ങനെ നടക്കണം, ഒരു ആഗ്രഹം. ഒക്ടോബർ മാസം അടുപ്പിച്ച് ഞാൻ ഫാസ്റ്റിംഗ് ഇരുന്നു. അതിനനുസരിച്ച് അതിനോടൊച്ചത്തിൽ ദൈവത്തിന് ഒരു നിയോഗം വെളിപ്പെട്ടു. അവിടെ പത്തനാപുരത്ത് താമസിക്കും. അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ അത്യാവശ്യമായിട്ട് വീട്ടിൽ വരണം. കഴിഞ്ഞ ദിവസം എന്നോട് ദൈവാത്മാ പറഞ്ഞു, നമുക്ക് ചർച്ചിന്റെ റൂഫിംഗ് ചെയ്യണം. 50,000 രൂപയുടെ ഒരു കെട്ട് നോട്ട് എന്റെ മുമ്പിൽ എടുത്തിട്ട് പറഞ്ഞു, പെട്ടെന്ന് പണി തുടങ്ങിക്കണം. പെട്ടെന്ന് പിന്നെ വിതിൻ സെക്കൻഡുകളിൽ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. പെട്ടെന്ന് ചർച്ചിന്റെ റൂഫിംഗ് ചെയ്തു. പക്ഷെ 2-3 മാസം ഞാൻ എടുത്ത് താമസിച്ചു. അതും ഒരു നിയോഗമാണ്. ഒരു സ്വന്തം പറഞ്ഞു. ഇഷ്ടംപോലെ ഓടി നടന്ന് യൂത്ത് മീറ്റിങ്ങും കൺവെൻഷനും ഉപവാസ പ്രവർത്തനയ്ക്ക് കർത്താവ് അയക്കുന്നിടത്തെല്ലാം പോയി പരസ്യവും ആണെങ്കിലും മെസ്സേജ് ഒക്കെ പറഞ്ഞ് മാന്യമായ രീതിയിൽ അല്ലലില്ലാതെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് എല്ലാം ഒന്ന് സെറ്റിൽ ആകാൻ തുടങ്ങിയപ്പോ പരിശുദ്ധാത്മ പറയുന്നു, ഞാൻ നിന്നോട് പറയുന്ന സമയം വരെ നിന്നെ എനിക്ക് നോർത്തിലേക്ക് വേണമെന്ന്. ഞാൻ കുടുംബസ്ഥനാണ്. വൈഫിന്റെ പേര് സിബി. 3 പെൺകുഞ്ഞുങ്ങളാണ്. മൂത്ത മോള് 8 പഠിക്കുന്നു, ഫേബ. രണ്ടാമത്തെ മോള് ഷേബ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഏറ്റവും ഇളയ കുഞ്ഞ് അബിയ LKG പഠിക്കുന്നു. ഏറ്റവും ഇളയ കുഞ്ഞിന് ഈ ഫേബ, ഷേബ, അബിയ മിക്കവാറുള്ള ചർച്ചകളെല്ലാം ഉണ്ട്. ഇതൊരു ബൈബിളിലെ പേരാണ്. അവര് സ്വോത്രം, അവർ അനുഗ്രഹം. അബിയയ്ക്ക് 1.5 വയസ്സേ ഉള്ള ആ സമയത്ത് ഞാൻ കുഞ്ഞെ നോക്കി പിച്ച വെച്ച് നടക്കുന്ന സമയത്ത് ഈ കുഞ്ഞിനെ കൊണ്ട് എങ്ങനെ പോയി തണുപ്പ് കുടിക്കുക? തണുപ്പ് അറിയും, ഭാഷ അറിയത്തില്ല, അവിടുത്തെ കൾച്ചർ അറിയത്തില്ല, എങ്ങോട്ട് പോകണം അറിയത്തില്ല. ചെന്നു ആ ഒരു സിറ്റുവേഷനില് ദൈവകാര്യങ്ങളെ നമുക്ക് കിട്ടിയ 14 വർഷം 15 വർഷം കിട്ടിയ ശുശ്രൂഷ കിട്ടിയ നന്മകളെല്ലാം കൂടെ എന്റെ വൈഫിന്റെ, എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ല, ഇപ്പോഴും ഇല്ല. കാരണം ശുശ്രൂഷയിൽ കിട്ടുന്ന നന്മകളെല്ലാം പാഴ്സനേജ് ചർച്ചും സ്നാനങ്ങളും ഒക്കെ പണിത് കൺവെൻഷൻ നടത്തി, മുറ്റത്തെ കൺവെൻഷൻ നടത്തി. ഗൾഫിൽ പോയിട്ട് ഇങ്ങോട്ട് വന്നപ്പോ 5 മുറ്റത്തെ കൺവെൻഷൻ നടത്തി. കർത്താവായിട്ട് ഇതിലൊക്കെ ചെയ്യുക. കാരണം നമ്മൾ ഇത് ചെയ്യുന്നതിനെല്ലാം കുഞ്ഞുങ്ങൾക്ക് ഡിപ്പോസിറ്റ് ആണ്. ഇന്ന് പകൽ ഈ വചനമായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും 1 രൂപ കൊടുത്താൽ പെറുപുറത്തോട് കൊടുക്കരുത്, സന്തോഷത്തോട് കൊടുക്കുക. അതൊരു ഡിപ്പോസിറ്റ് ആണ്. അബ്രഹാമും സാറയും അവൻ മുഖം നോക്കാതെ ദൂതന്മാരെ സൽക്കരിച്ചത് കൊണ്ട് 40 വർഷം തലമുറകൾക്ക് ഡിപ്പോസിറ്റ് നിയോഗിച്ചു. മന്ന ദൈവം അളന്ന് കൊടുത്തു. 3 പേർക്ക് കൊടുത്തപ്പോൾ 20 ലക്ഷം ജനത്തിന് ഡിപ്പോസിറ്റ് കൊടുത്തെങ്കിൽ നമ്മൾ ദൈവസഭയ്ക്ക് വേണ്ടി ഒരു കസേര ആയിക്കോട്ടെ, ഭാനായിക്കോട്ടെ, എന്തെങ്കിലുമൊക്കെ ചെയ്താല് അത് തലമുറകൾ ഭാരപ്പെടുന്ന സമയത്ത് അവർക്ക് വേണ്ടിയുള്ള വഴി ദൈവം തുറക്കും എന്നുള്ളത് എന്റെ സാക്ഷ്യപ്പെടുന്നു. ഞാൻ അവിടെ പോയി എന്റെ അങ്കിളിന്റെ വൈഫിന്റെ അങ്കിള് വാടകയ്ക്ക് കൊടുത്ത ഒരു വീടിന്റെ 1 റൂം കാലിയായി കിട്ടി. അതിനകത്ത് അലമാരിയും ഡെസ്കും കട്ടിലുകളും ബാക്കിയുള്ള പാത്രങ്ങളും എല്ലാം കൂടെ ചാക്കിനകത്ത് പൊതിഞ്ഞ് മറ്റുള്ളതായിട്ട് എല്ലാം കൂടെ കൊണ്ടത് ആ റൂമിനകത്ത് ഇപ്പോഴും കൂടെ ചവര് പിടിച്ച് കുറച്ച് പോയി. ചില സമയത്ത് ഓർക്കും എന്റെ വൈഫിന്റെ കണ്ണ് നിറയും, എന്റെ കണ്ണ് നിറയും. കിട്ടിയ നന്മയാ. അവൻ കുട്ടി വച്ചതല്ല, തുരുമ്പെടുത്ത് പലതും ഒക്കെ നഷ്ടപ്പെട്ടു. പക്ഷെ അതിനെക്കുറിച്ച് ഭാരപ്പെടുന്നില്ല. ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അപ്പനെന്ന രീതിയിൽ, ഒരു ഭർത്താവ് എന്ന രീതിയിൽ, കുടുംബനാഥൻ എന്ന രീതിയിൽ ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഭാരമുണ്ട്. പക്ഷെ ചില കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ദൈവത്തിന് പുറമുറുക്കുന്നില്ല. എല്ലാം ദൈവത്തിന്റെ പദ്ധതി പ്രകാരം നടത്തട്ടെ. യേശുക്കുഞ്ഞ് ജനിച്ച സമയത്ത് മറിയോട് പറഞ്ഞ പോലെ, ഞാൻ പറയുന്നത് വരെ നീ അവിടെ പാർക്ക എന്നാ പറഞ്ഞത് അല്ലേ? അതുപോലെ അവിടെ പാർക്കുന്നു. ചെന്ന സമയത്ത് ഞാൻ പോകുന്ന സമയത്ത് കുഞ്ഞിനെ 3 കുഞ്ഞുങ്ങളെ എടുത്ത് അവിടുത്തെ കാലാവസ്ഥയെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. റജായി വേണം,
സെറ്റർ വേണമെന്നൊക്കെ, തണുപ്പാ ചൂടാന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ കടന്നുപോയി. 3 കുഞ്ഞുങ്ങളുമായിട്ട് 2 വെട്ടി തുണിയും, ഒരു ഫ്രൈ പാനും, ഒരു കുക്കറും, ഇച്ചിരി ചമ്മന്തിപ്പൊടിയും, ഇച്ചിരി കണ്ണിമാങ്ങ അച്ചാറും കൊണ്ട് ആ വണ്ടി കയറി. അവിടെ ചെന്ന് ഒരു വാടക വീടായിരുന്നു. ഒരു കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ ഒരു പ്രവർത്തനവും കുറച്ചുപേർ സഹായിക്കാനൊക്കെ ഉണ്ടെങ്കിലും വാടക വീട്ടില്ല. അവിടെ താമസിക്കാൻ ചെന്നിരിക്കാൻ ഒരു കസേരയൊന്നുമില്ല. ഇതുപോലെ ചർച്ചിനകത്ത് ഞാൻ എന്താ അഷ്ടപടി ചർച്ച് 10-70 വിശ്വാസികളുണ്ടായതുകൊണ്ട് 19 കസേരയുള്ള ചർച്ചിനകത്തുണ്ട്. പാഴ്സനേജ് മുകളിലായതുകൊണ്ട് കസേരയ്ക്ക് ക്ഷാമമില്ല. ഇവിടുന്ന് ഞായറാഴ്ചയാണ് കോമൺ ആയിട്ടുള്ള ഫെലോഷിപ്പ്. അതുകൊണ്ട് ഇടദിവസങ്ങളിൽ ആരും ഗസ്റ്റ് വന്നാലും കുഴപ്പമില്ല, ഒരു 3-4 കസേര എടുത്ത് ഞങ്ങൾ പാഴ്സനേജ് എടുക്കും. കാരണം എന്താ അറിയാമോ, ആൾക്കാർ വന്ന് ഇരിക്കാനായാലും ക്രമീകരണത്തിൽ കസേര ഇരുന്ന് ശീലിച്ച് കുഞ്ഞുങ്ങൾ. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞാൻ ഈ ലൈബ്രറി പുസ്തകങ്ങളൊക്കെ കൊണ്ടുപോയ പുസ്തകത്തിന്റെ പേസ്പോർഡ് ഇട്ടിട്ട് തറയിലിരുന്ന് കുഞ്ഞുങ്ങളിരുന്ന് ആവിശ്വലോ ഭക്ഷണം കഴിച്ചോണ്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പറയുമ്പോൾ എന്റെ കുഞ്ഞുങ്ങളെ തിരിഞ്ഞു മറിഞ്ഞിരിക്കുക ഒക്കുന്നില്ല, ഞങ്ങൾക്കും പറ്റുന്നില്ല, വല്ലാത്ത ബുദ്ധിമുട്ടാ. കുഞ്ഞുങ്ങൾ എന്നെ ഒന്ന് നോക്കി ശ്രോത്രം എന്നിട്ട് ഒരു വാക്യം, ഒരു ചോദ്യം ചോദിച്ചു, പപ്പ നാട്ടിലൊക്കെ നമ്മൾ എങ്ങനെ ജീവിച്ചതാണ്, ഇവിടെ നമ്മൾ ഇരിക്കാൻ ഒരു കസേര വരില്ല. എന്റെ കണ്ണ ഞാൻ പറഞ്ഞു, ഇത് നമ്മുടെ തമ്മിലുള്ള ഡീലിങ്ങാ, ഈ വിഷയം നീ ചെയ്തോളാം. ബേസലോ അവിടെ പോയി പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, മക്കൾ പോയി പ്രാർത്ഥിയില്ല, യേശുപ്പിച്ചോട് പോയി പ്രാർത്ഥിയില്ലേ. യേശുപ്പച്ച തരും. എന്നിട്ട് അവിടെ പോയി പ്രാർത്ഥിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. യേശുപ്പച്ച, ഞങ്ങൾ എത്രയോ കസേരകളിൽ ഇരുന്നതാ, ഇവിടെ ഇന്നൊരു കസേര പോലും ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ. യേശുല്ലോ ഒരു കസേര വേണം ഇരിക്കാൻ, ഭക്ഷണം കഴിക്കാൻ, ടേബിൾ ഇരിക്കാൻ. ഇരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, യേശുപ്പച്ച നന്നാ ഞങ്ങൾ ഇരുന്നോളാം എന്നൊക്കെ പറഞ്ഞെങ്കിൽ അവൾ അവളുടേതായ രീതിയിൽ പ്രാർത്ഥനയിൽ ഇരിക്കുക. 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞാണ് അവള്. അവിടെ പ്രാർത്ഥന നമുക്ക് ചിന്തിക്കാനുള്ളതേ ഉള്ളൂ. ഇപ്പൊ അവള് 6-ലാണ്. അവിടെ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ ഒരു അങ്കിള് ഞങ്ങളെ കൊല്ലത്തുനിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഇന്നലെ രാത്രി എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്, നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ ഭയങ്കര ഒരു പ്രേരണ തോന്നി. ഞാൻ വിളിച്ചൊന്നുമല്ല, ദൈവം വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ എന്തോന്നറിയത്തില്ല, ഒരു ചെറിയ ഓഫറിങ് നിങ്ങളുടെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. നമ്പർ ഗൂഗിൾ പേ തപ്പി എടുത്ത് അതിനകത്ത് ഇട്ടിട്ട് 2500 രൂപ. ഇത് വേറെ ഒന്നിനും എടുക്കരുത്, കുഞ്ഞുങ്ങൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ടേബിളും കസേരയും മാത്രമേ ഇത് വാങ്ങിക്കാവൂ. എന്റെ ദൈവം വലിയവനാണ്. ആ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. നീ കുഞ്ഞുങ്ങള് നിങ്ങൾ ഒത്തിരി ഉപദേശം കൊടുക്കണ്ട, അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങാൻ പ്രാർത്ഥിച്ചാൽ, അവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം അവരുടെ മേൽ ഇറങ്ങാൻ പ്രാർത്ഥിച്ചാൽ ബാക്കി നിങ്ങളുടെ കൺട്രോൾ വിട്ടിട്ട് ദൈവം അവരുടെ കൂടെ കാര്യങ്ങളും. ഒരു ആത്മസാന്നിധ്യത്തിന്റെ ചലനം അവരുടെ മേൽ ഇറങ്ങിയാൽ നിങ്ങളുടെ പകുതി ജോലി കുറഞ്ഞു. ദൈവവുമായിട്ട് ഒരു എൻകൗണ്ടർ, ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് അവർക്കുണ്ടെങ്കിൽ യു ഡോണ്ട് വറി അബൌട്ട് ദം. God will guide them. ദൈവം അവരെ ഗൈഡ് ചെയ്തോളും. ദൈവ സാന്നിധ്യം അവരുടെ കൂടെ വ്യക്തമായി വെളിപ്പെടും എന്നുള്ള ഉറപ്പാണ്. ഇന്ന് പകൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോഴും ഒരു വലിയ ദൈവ സാന്നിധ്യം. ഞങ്ങൾ വാടക വീട്ടിലാണ്. ഞാൻ അവിടെ ചെന്നിട്ട് ശേഷം ഭാഷ പഠിച്ചത്. അവിടെ ചെന്നിട്ട് പിന്നെ പഠിച്ചു, കുറച്ചൊക്കെ പഠിച്ചു, വചനം പഠിച്ചു, കുറച്ച് ഇംഗ്ലീഷ് വരെ പഠിച്ചു. ബൈബിൾ കോളേജ് പഠിപ്പിക്കുന്നത് ഫീൽഡ് വർക്കാണ്. അവിടെ ചെന്നതിന് ശേഷം പഞ്ചാബി മിക്സഡ് ആയിട്ടുള്ള ഹിന്ദി ലാംഗ്വേജ്. അവിടുത്തെ ഭക്ഷണം ഞങ്ങൾക്ക് പിടിക്കുന്നില്ല, ക്ലൈമറ്റ് പിടിക്കുന്നില്ല. ആദ്യത്തെ ക്ലൈമറ്റ് ഞങ്ങൾക്ക് ഇവിടെ ആരും പറഞ്ഞു തരാനൊന്നും ഇല്ലായിരുന്നു. മറ്റു വക്കിൽ പറഞ്ഞാല് ഞങ്ങൾക്ക് കഴിക്കാൻ നല്ലൊരു പ്ലേറ്റ് പോലും അവിടെ ഇല്ലായിരുന്നു. പക്ഷെ അഡ്ജസ്റ്റ് ഇന്നും ഈ വചനം പിടിച്ചുകൊണ്ട് പറയാം, എല്ലാ മേഖലയിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. എന്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം എടുത്ത് വെക്കുമ്പോൾ ചില സമയത്തൊക്കെ വിഷമം വരും. അപ്പനെന്ന രീതിയിൽ എനിക്ക് വിഷമമുണ്ട്. അവർ പ്രാർത്ഥിക്കും, കർത്താവേ നൽകിയ ഭക്ഷണത്തിന് സ്തോത്രം. ഇതില്ലാതെ ഭാരപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. ചില സമയത്ത് ഞാൻ പ്രാക്ടിക്കൽ ഫീൽഡിലോട്ട് ഇറങ്ങും. എന്തിനാണെന്നറിയാമോ? ചിലത് തിയറി പരാജയപ്പെടുന്നിടത്ത് പ്രാക്ടിക്കൽ വേണം. നല്ല ഭക്ഷണം കഴിച്ച് കുഞ്ഞുങ്ങളൊക്കെ പറയും KFC മാത്രമേ തിന്നാലേ ഇറങ്ങത്തുള്ളെന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളെ കൂടെ വണ്ടി ഇട്ടോണ്ട് ഇടക്കിടക്കുന്ന തെരുവിലൊന്ന് ഇറങ്ങുന്നത് നല്ലതാ. അപ്പൊ ഭക്ഷണമില്ലാതെ ഓടയിൽ ഒക്കത്തൊരു കൊച്ചിനെയും വെച്ചോണ്ട് കരയുന്നവരുടെ മുമ്പിൽ ഒരു ഭക്ഷണ പാക്കറ്റ് കുഞ്ഞിന്റെ കൊടുത്തിട്ട് പറയണം, കൊടുത്തിട്ട് പറയണം, നിന്റെ വീട്ടിൽ നിന്റെ അപ്പൻ ഇഷ്ടംപോലെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്, അവൻ പട്ടിണിയില്ല, ദാരിദ്ര്യമില്ല, നിന്നെ നടത്തുന്ന ദൈവത്തിന് നന്ദി പറയാൻ മാത്രമേ നിന്റെ വാ തുറക്കാവൂ എന്ന് പറയണം. അതാണ് പ്രാക്ടിക്കൽ ലൈഫ്. നല്ല ഡ്രസ് ഇട്ടുമാറാൻ തുണിയില്ലാതെ ഓരോന്ന് മാറി എടുക്കുമ്പോഴും ഭക്ഷണമില്ലാതെ വസ്ത്രമില്ലാതെ കരയുന്നവര് ഒത്തിരി പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ദൈവം നമ്മളെ നിർത്തിയത് മിടുക്കല്ല പ്രിയപ്പെട്ടവരെ, ഇതിനെ ചുമന്നതുകൊണ്ടാ.
ഇതിനെ ഉയർത്തിയത് കൊണ്ട് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ പറയുന്നത്, അവൻ കുടുംബത്തെ തന്ന, ജോലി തന്ന, വിദ്യാഭ്യാസം തന്ന, ആരോഗ്യം തന്ന, ബലം തന്ന, കുടുംബം തന്ന, കുഞ്ഞുങ്ങളെ തന്ന, ജീവിത പങ്കാളി തന്ന, ആരോഗ്യ സൗഖ്യം തന്ന ദൈവത്തിന്റെ പാദപീഠത്തിൽ ഒന്നിനും പുറകരുത്. പരാതി പറയല്. തുമ്പിയറിക്കുന്ന ശ്വാസമാ. ഈ ശ്വാസം പോലും അപ്പന്റെ ദാനമാ. ആരോഗ്യം ദൈവത്തിന്റെ ദാനമാ. കുടുംബം ദൈവത്തിന്റെ ദാനമാ. ജോലി, വിദ്യാഭ്യാസം ദൈവത്തിന്റെ ദാനമാ. ആവെ മാസം എണ്ണി വാങ്ങുന്ന കാവെ കേടി പോലും കുവൈറ്റ് ദിനാർ പോലും ദൈവത്തിന്റെ താമെ സമ്മാനമായ ആരോഗ്യത്തിൽ തന്ന ശമ്പളമാണെങ്കിൽ ഇതിന്റെ പിന്നിൽ ദൈവത്തിന്റെ കരമാണെന്ന് പറയുന്നത് നല്ലതാ. ആരോഗ്യവും ബലവും കഴിവും പഠിപ്പും വിദ്യാഭ്യാസവും അവൻ വാഹനങ്ങളും അവൻ ആഡംബര സൗധങ്ങളൊക്കെ ഒന്നു മാറി പണിയുമ്പോൾ അവൻ ഹൃദയത്തിനകത്ത് വചനം പറയുന്നത്, നീ പണിയാത്ത വീടും പാർക്കാൻ കുടിക്കാത്ത കിണറും പാർക്കുമ്പോൾ അതിനകത്ത് വെള്ളം കുടിക്കുമ്പോൾ അവൻ മരുഭൂമിയിൽ നിന്നെ നടത്തിയ ദൈവത്തെ നീ മറന്നിട്ട് എന്റെ കൈ, എന്റെ ശക്തി, എന്റെ ബലം ഇതുണ്ടാക്കി എന്ന് ഹൃദയത്തിൽ പറയരുത്. വചനം പറയുന്നത് ദൈവത്തെ മറക്കരുത്, ദൈവത്തോട് മറുക്കരുത്, ദൈവത്തെ മറക്കരുത്. ദൈവത്തെ മറക്കാതെ ജീവിക്കുക, ഓർക്കുക. പ്രത്യേകിച്ച് ഇതുപോലുള്ള ഒരു അന്തരീക്ഷത്തില് ദൈവ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ കുവൈറ്റിൽ വന്ന ഒരു 10-15 ദിവസം കൊണ്ട് ഏകദേശം ഒരു കാര്യം എനിക്ക് മനസ്സിലായി. മാർച്ച് മാസം 13-ാം തീയതി ദൈവം അനുവദിച്ച വൈകിട്ടത്തെ ഫ്ലൈറ്റിൽ കർത്താവിന്റെ കൃപയാൽ അവൻ ഡൽഹിക്ക്, പഞ്ചാബിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നത്. അതുവരെ ശുശ്രൂഷ ബന്ധത്തിൽ ഈ ഏരിയയിലൊക്കെ കാണും. അവൻ ദൈവം തന്ന കുറച്ച് ശുശ്രൂഷകളൊക്കെ ഉണ്ട്. അവൻ എന്തെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ദൈവത്തിന്റെ നിയോഗം നടക്കട്ടെ. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, കേരളം എത്രയോ സ്വാതന്ത്ര്യത്തോടെ ദൈവകുഞ്ഞുങ്ങൾ ആരാധിക്കുന്നത്, എത്രയോ സ്വാതന്ത്ര്യത്തോടെ സമൃദ്ധി. എന്നാലും മനുഷ്യന്റെ അഹങ്കാരത്തിൽ ഒരു കുറവില്ല. കൊറോണ ഒന്നും പഠിച്ചില്ല, വെള്ളപ്പൊക്കം ഒന്നും പഠിച്ചില്ല. എന്നാൽ കുവൈറ്റിലുള്ള പ്രിയപ്പെട്ട ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. കുബൂസും നിന്ന് കട്ടൻ ചായ കുടിച്ചുകൊണ്ട് വീട്ടിലെ ഭാര്യ മക്കളെ പട്ടിണി പോലും അറിയിക്കാതെ രാവിലെ ഉറക്കം പോലും ഇല്ലാതെ വണ്ടി എടുത്തോണ്ട് ജോലിക്ക് പോകുക. ശമ്പളം കിട്ടിയാ കിട്ടി, കിട്ടിയില്ല. അതിനിടെ സമയം കണ്ടെത്തി ബേസ്മെന്റിലെല്ലാം ആരാധിക്കാൻ പോലും പറ്റാതെ അനേക ആലയങ്ങൾ പൂട്ടി, അനേക ആലയങ്ങളിൽ നിന്ന് ഇറക്കി വിട്ട് നിയമം ഒരു സൈഡിൽ, പ്രശ്നങ്ങൾ മാറി വിസ പ്രോസസിംഗ്, ജോലിയിലെ ഷിഫ്റ്റിംഗ്, അതിന്റെ മധ്യത്തിൽ ഈ വേദപുസ്തകം എടുത്ത് ഇന്ന് രാത്രിയിലും ആരാധിക്കാൻ വന്നത് ഒരു തന്റെ ഒരു ദൈവകൃപയാണെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, നിങ്ങൾ കൈവിടാത്ത ഒരു ദൈവ സാന്നിധ്യമുണ്ട്, നിങ്ങൾ ഉറപ്പിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്, കൂടെ നിൽക്കുന്ന ഒരു ആത്മശക്തിയുണ്ട്. അവൻ ഉറപ്പിക്കുന്ന ആത്മാവിന്റെ അഭിഷേകമുണ്ടെങ്കിൽ അവൻ പിശാചിന് വന്ന് പിടിക്കാൻ പറ്റാത്തതുപോലെ, പിശാചിന് തൊടാൻ പറ്റാത്തതുപോലെ ആത്മാവിന്റെ പ്രൊട്ടക്ഷൻ ഇന്ന് രാത്രി ഇതിനകത്ത് ചലിക്കുന്നവരാണ്. നമ്മുടെ ദൈവം വലിയവനാ, നമ്മുടെ ദൈവം വലിയവനാ. ആ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതുവരെ ദൈവം നിർത്തി. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇതുവരെ ആ ക്ലൈമറ്റുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. കറക്റ്റ് കാര്യം. പല പ്രാവശ്യം ഹോസ്പിറ്റലൈസ്ഡ് ആയി. ക്ലൈമറ്റ് അലർജി ഒന്നും തണുപ്പ് പിടിക്കുന്നില്ല. അപ്പൊ ഇപ്പൊ 4 വയസ്സും 5 വയസ്സോളമായി ഏറ്റവും കുഞ്ഞിന്. അവള് സ്കൂളിൽ പോകുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം ആരോട് എന്ന് പറഞ്ഞു, അടിയിലൊരു തെർമലിന്റെ ഒരു ഉടുപ്പ് വിട്ട്, അതിന്റെ പുറത്ത് യൂണിഫോമിന്റെ ഉടുപ്പ് വിട്ട്, അതിന്റെ പുറത്ത് സെപ്റ്റർ വിട്ട്, അതിന്റെ പുറത്ത് ബ്ലേസർ വിട്ട്, അതിന്റെ പുറത്ത് ജാക്കറ്റ് വിട്ടുകൊണ്ടാണ് 5 വയസ്സുകാരി LKG പോകുന്നത്. അത്രയ്ക്ക് തണുപ്പാവളെ. 5 ഡിഗ്രി തണുപ്പിനിടയിൽ ചില സമയം പറ്റുന്നില്ല. മൂത്ത മോള് പല പ്രാവശ്യം ഹോസ്പിറ്റലായി, അലർജിയായി. അവള് നിത്യ രോഗിയൊന്നുമല്ല. പക്ഷെ ഡോക്ടർമാർ മാറി പറഞ്ഞ ചീട്ടുണ്ട്. 10,000 രൂപ കൊടുത്ത് അലർജി ടെസ്റ്റ് ചെയ്തു. ഡോക്ടർ പറഞ്ഞു അവർക്ക് പ്രശ്നമൊന്നുമില്ല, ഒരു വിഷയമില്ല. പക്ഷെ അവൾക്ക് പുകമഞ്ഞി പിടിക്കുന്നില്ല. കുഞ്ഞിന്റെ ഭാവി വെച്ച് കളിക്കുന്നു. അവളിപ്പോ അടുത്ത 9ലാ. എന്തെന്നറിയാൻ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ചില മേഖലകളില്ല. കുഞ്ഞുങ്ങളുടെ ഭാവി ഒരു സൈഡിലാണ്. നമ്മളെ ലോജിക്കായിട്ട് പല കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴും പലവിധം അപ്രമത്ത രീതിയിൽ ഭാഗമുണ്ട്. ചില കാര്യങ്ങൾ വിഷമമുണ്ട്. നിത്യ രോഗി നമ്മള് പെൺകുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ നിത്യ രോഗിയാണെന്നൊരു ചിന്ത അവിടെ കയറി കഴിഞ്ഞാൽ അവരുടെ ഫ്യൂച്ചറിനെ പോലും ബാധിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ എനിക്കറിയാം ഇതൊരു സൗഖ്യമാണ്. ആ തണുപ്പിനകത്തോട്ട് കുറച്ച് വർഷത്തേക്ക് ഞങ്ങളെ വിട്ടത് എനിക്കറിയാം. ദൈവം ഒരു പെർമനന്റ് നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രി അല്ല, എന്നോട് ദൈവം അത് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അവിടോട്ട് പോയത്. കാരണം ഒരു നിയോഗം എന്റെ മനസ്സിനകത്ത് ദൈവം തന്നു. ഒരു ബ്രാക്കറ്റ് പീരീഡ് എന്നാണ്.
എത്ര വർഷം അറിയത്തില്ല, 3 4 5 ആഴ്ച. ഇന്ന് പകൽ വരെ പറഞ്ഞില്ല പോകാൻ. ചിലപ്പോൾ നാട്ടിൽ ചെല്ലുമ്പോൾ ഇനി പറയാൻ പോകും, പറയാൻ പറ്റൂല്ല. ആ വിമർശിച്ച കർത്താവ് പറഞ്ഞാൽ കർത്താവ് പറയുന്ന നിൽക്കും. ആ ഒരു ദൈവനിയോഗമുണ്ട്. ആ വിമർശിച്ചത് എന്തിനാണെന്നറിയാമോ? ക്ലൈമറ്റ് പരിശീലിപ്പിച്ചത്, സെറ്റററ്റ് പരിശീലിപ്പിച്ചത്, അവിടുത്തെ ഫുഡും ചൂടും തണുപ്പും പരിശീലിപ്പിച്ചത് ദൈവത്തിന്റെ പദ്ധതി ചിലപ്പോൾ സമയത്ത് അറിയത്തില്ല. അവിടുത്തെ തണുപ്പും ചൂടും പരിശീലിച്ചാൽ കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചറിൽ പഠനമായിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, എവിടെ പോയാലും പിടിച്ചിരിക്കാം. ഇതെല്ലാം ദൈവത്തിന്റെ ട്രെയിനിങ്. അതിനെങ്കിൽ പിറുവ് എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് സമയത്ത് പിറുപിറുക്കരുത്. അതിന്റെ മുമ്പിലെ സക്സസ് കാണാൻ പറ്റത്തില്ല. പറയാൻ പറ്റുമോ? ജോലിയിൽ ഒരു ട്രെയിനിങ് ഉണ്ട്, ഫാമിലി ലൈഫിൽ ഒരു ട്രെയിനിങ് ഉണ്ട്, ക്രിസ്തീയ ജീവിതത്തിൽ ചില ട്രെയിനിങ് ഉണ്ട്. ആരും ആശ്വസിപ്പിക്കാൻ പറ്റത്തില്ല. കൂടെ നിൽക്കുന്നവര് പറയും അറിയത്തില്ലെന്ന് പറയും. തള്ളി പറയാൻ പറ്റുന്നവര് കൂടെ നടക്കും. കണ്ടെന്ന് പോലും നടക്കത്തില്ല. യേശുവിന്റെ കൂടെ ശിമോൻ പത്രോസ് ഇല്ലായിരുന്നോ? ശിമോൻ പത്രോസ് കൂടെ നടക്കുക. മരിക്കേണ്ടി വന്നാലും തല വെട്ടി വെച്ചാൽ അതിന്റെ പുതിയൊരു സാക്ഷിയാ. എന്റെ തൊണ്ടയ്ക്ക് കത്തി വെച്ചാലും ഞാൻ മിണ്ടത്തില്ല. പക്ഷെ പിറ്റേ ദിവസം മലയാള മനോരമ വരുമെന്ന് നമുക്കേ അറിയത്തുള്ളൂ. ഇല്ലേ? അവൻ തൊണ്ടയ്ക്ക് കത്തി വെച്ചാലും മിണ്ടത്തില്ല. എന്തൊക്കെ പറഞ്ഞേക്കാം. ശിമോൻ പത്രോസ് പറഞ്ഞു, നീ ക്രിസ്തുവോ, നിന്നെ തള്ളി പറയത്തില്ല, അവൻ നിത്യജീവനം ഒഴിയ മക്കളുണ്ട്. പക്ഷെ പറഞ്ഞു ആരാ? യേശു ആരാ? എനിക്കറിയത്തില്ല. ക്രിസ്ത്യൻ ജീവിതം ഇതുപോലെ. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞു, ഞാനും ഒരു ഭർത്താവ് ആയതുകൊണ്ട്, 3 കുഞ്ഞുങ്ങളുടെ അപ്പനായതുകൊണ്ട്, ഒരു ശുശ്രൂഷകനും ആയതുകൊണ്ട്, പല കുടുംബങ്ങളിലും ദൈവജനമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കൊണ്ട്, ഒരു സ്പിരിച്വൽ ആത്മീയ സെക്കുലർ ലൈഫിലാണെങ്കിലും ആത്മീയ ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ദൈവം എന്ന കൃപയ്ക്കനുസരിച്ച് ചെയ്യുന്നത് കൊണ്ട്, നമ്മൾ കൂടെ നിർത്തിയിരിക്കുന്ന ജീവിത പങ്കാളിക്ക് നല്ലൊരു പ്രൊട്ടക്ഷൻ സെറ്റിൽമെന്റ് കിട്ടിയില്ലെങ്കിൽ നമ്മളെ കരയിപ്പിക്കും ചിലപ്പോൾ സമയം. ശരിയല്ലേ? അവർ ചോദിക്കും, ചിലപ്പോ ചില ഭർത്താക്കന്മാർ വീട്ടിലെ ATM കൗണ്ടറാ. നല്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ പിറുപിറുക്കും. നല്ല ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തിൽ പിറുപിറുക്കും. എന്തിനാ പിന്നെ എന്നെ കിട്ടിയെന്ന് ചോദിക്കും. പക്ഷേ പിറുപിറുക്കാത്ത ഒരു ജീവിത പങ്കാളി എനിക്ക് തന്നതിനാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. അച്ഛാ, ദൈവം തരും. അവളിവിടെ അവള് കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ പഞ്ചാബിൽ നിൽക്കുമ്പോൾ തന്നെ അവളെ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഒരു ബാത്റൂമിൽ നിന്ന് തെന്നി വീണിട്ട് L2 L3 എല്ലിന് ചെറിയൊരു പ്രയാസമായി. 1 മാസം കംപ്ലീറ്റ് ബെഡ് റെസ്റ്റില്ല. അവള് കിടക്കുന്നതിന് വീടിന് 2 ദിവസം മുമ്പ് എനിക്ക് ഖത്തറിലോട്ട് പോകാൻ വിസ വന്നു. പോകാൻ പറ്റിയില്ല. ശുശ്രൂഷയുടെ വഴി അടഞ്ഞു. ഞാൻ ദൈവാസനെ വിളിച്ച് പറഞ്ഞു, എന്റെ വൈഫിങ്ങനെ ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ ദൈവാസന വരുന്നേ? എന്നോട് പറഞ്ഞു, പാസ്റ്റേ ആദ്യം കുടുംബത്തെ കെയർ ചെയ്യുക. പ്രീശലോ ഖത്തറിൽ എപ്പോ വേണേലും വരാമല്ലോ. പ്രീശലോ കംപ്ലീറ്റ് വീട്ടിലെ കാര്യങ്ങൾ നോക്കി വൈഫിനെ കെയർ ചെയ്തു. എഴുന്നേക്കാൻ പോലും പറ്റും, ഒരു സ്റ്റെപ്പ് പോലും എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒത്തിരി കെയർ, ആ ഒരു മാസത്തെ കെയറിങ് ഒത്തിരി ദൈവം ബലം കൊടുത്തു, പ്രൊട്ടക്ട് ചെയ്തു. ഇതൊന്നും അല്ല, ഒത്തിരി പ്രശ്നങ്ങൾ വന്നു. വീടിനകത്ത് 8 പേര് കോവിഡ് വന്ന ഒരു സാഹചര്യത്തിൽ 2 പേര് പോയി. അതിനകത്തുനിന്ന് ആ കുഞ്ഞിനെ കൊണ്ട് ലേബർ റൂമിനകത്ത് എന്റെ വൈഫ് 3ാമത്തെ കുഞ്ഞ് അവിയെ കൊണ്ട് വീട്ടിൽ വരുന്നത്. ആരുമില്ലാത്ത സമയത്ത് വർക്കല സഭയെല്ലാം അടച്ചുപൂട്ടിയ സമയമുണ്ട്. കോവിഡാ, കണ്ടെയ്ൻമെന്റ് സോണാ, ഒബ്സർവേഷൻ ആയി കിടക്കുക. ആരുമില്ലാതിരുന്ന സമയത്ത് വൈഫിനെ കുഞ്ഞുങ്ങളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ അന്നും ബലം ദൈവം തോന്നി. 3 സിസേറിയൻ കഴിഞ്ഞിട്ട് ശരീരമായിട്ട് ഒക്കത്തൊരു പൊടിക്കൊച്ചുമായിട്ട് ചോരക്കുഞ്ഞുമായിട്ട് വർക്കല ചർച്ച കിടക്കുമ്പോൾ കയറിയാൻ ആരുമില്ല. കോവിഡ് എന്ന് അറിഞ്ഞുകൊണ്ട് കോവിഡ് പിടിച്ച റൂമിനകത്ത് നിന്ന് ഒബ്സർവേഷനിലേക്ക് വരികയായതുകൊണ്ട് ആരും തിരിഞ്ഞു നോക്കിയില്ല. പാടിയ പ്രാർത്ഥിച്ച വിശ്വാസികളും പേടിയായിട്ട് ആ മതിലിനടുത്ത് നിന്ന് പാസ്റ്ററെ സ്തോത്രം എന്ന് പറഞ്ഞു പോവുക. ഒറ്റപ്പെടുമ്പോഴുള്ള വേദനയില്ലേ? തകർച്ചുമ്പോഴുള്ള വേദനയില്ലേ? ആഴമേറിയ മുറിവിന്റെ വേദനയില്ലേ? അത് പറഞ്ഞ പറ്റത്തില്ലെന്നേ. അതിനൊരു പരിമിതിയുണ്ട്. ചങ്കുമറിച്ച് കാണിച്ച ചമ്പരത്തിപ്പൂ എന്ന് പറയുന്ന ലോകമാ. മാതാവോ പിതാവോ സഹോദരങ്ങളോ കൂടപ്പിറപ്പുകളോ ആരുമില്ലേലും പുസ്തകം പിടിച്ചേൽപ്പിച്ച ഒരു ദൈവം കൂടെ ഉണ്ടെന്ന് ഒരു ഉറപ്പാണ് എന്റെ തന്റെ പറഞ്ഞാൽ എനിക്ക് ഉയർത്താൻ, എനിക്ക് മാനിക്കാൻ, എനിക്ക് ഉയർത്താനും എനിക്ക് മാനിക്കാനും കഴിവുള്ള ഒരേ ഒരു നാമം നസറേയനായ യേശുവിന്റെ നാമമാണ്. ആ നാമത്തിന്റെ മഹത്വം ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ദൈവത്തിന്റെ മഹത്വം ഇതിനകത്ത് വെളിപ്പെടട്ടെ. ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നതിനായി സ്തോത്രം. ഒത്തിരി വിടുതലുകൾ ദൈവം ചെയ്യുന്നു. ആരും കെയർ ചെയ്യാനില്ലായിരുന്ന സമയത്ത് അമൃത്സറിൽ നിന്നൊരു ബൈക്കിൽ പറഞ്ഞൊരു അച്ചായനം
ആമി ബ്രീച്ചിൽ ഒരു ഹോട്ടലിൽ ഒരു മാനേജരാ. അദ്ദേഹം ഇവിടെ അമൃത്സറിൽ 13 കിലോമീറ്റർ അടുത്ത് ജോലി കിട്ടി ഞങ്ങൾ താമസിക്കുന്ന തൊട്ടപ്പുറത്ത് ഒരു ഹോട്ടലിൽ വന്നു. അദ്ദേഹം ആമി ബ്രീച്ച് തണുപ്പിന്റെ സമയത്ത് ഞങ്ങൾക്ക് രജായി സ്വെറ്ററൊക്കെ വാങ്ങിച്ച് തന്നേ. അദ്ദേഹത്തിന് 2 പെങ്ങന്മാര് കന്യാസ്ത്രീകളാണ്. പക്ഷേ അദ്ദേഹം ഒരു ദൈവ മനുഷ്യനാണ്. മതമോ ജാതിയോ നിറമോ കുലമോ അല്ല വിഷയം. ദൈവത്തിന് നമ്മൾക്ക് വേണ്ടി കരുതാൻ റൂട്ട് പറഞ്ഞു കൊടുക്കണ്ട. ഒരാമേ പറയാൻ പറ്റുമോ? ഒരാമേ പറയാൻ പറ്റുമോ? പത്രോസിനോട് ദൈവം പറഞ്ഞു കരയുന്നൽപ്പം നീക്കാൻ പറഞ്ഞു. എന്തിനാ കരയുന്നത്? കരയുന്നപ്പുറം അങ്ങോട്ട് മാറ്റാൻ പറഞ്ഞു. എന്തിനാ? പത്രോസ് കരയിൽ ഈ ശൂന്യത കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കൈ നീട്ടും. കരയില്ല അച്ചായന്റെ അടുത്തും കൊച്ചമ്മയുടെ അടുത്തും എല്ലാം പറയും കൊച്ചമ്മേനെ സഹായിക്കണേ, അച്ചായനെ സഹായിക്കണേ. പത്രോസ് അവൻ കൈ നീട്ടും, കൈ എത്തത്തില്ല. കാരണം ഇപ്പൊ കരയിലല്ല, പടക വെള്ളത്തില്ല. കൈ നീട്ടത്തേ ഉള്ളൂ. കയ്യിലൊന്ന് വെച്ചു കൊടുക്കാൻ ആൾക്കാർ വരാൻ പറ്റത്തില്ല. പുള്ളിക്ക് അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. ആരും വരാത്തടത്ത ദൈവം തുടങ്ങുന്നത്. എന്ന് പകൽ പരിശുദ്ധാത്മാവ് സഭയെ നോക്കി വിളിച്ചു പറയുക, നമ്മുടെ കൂടെ നടക്കുന്ന ഇരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാ. അവന്റെ മഹത്വം ഇന്ന് പകൽ വെളിപ്പെട്ടു വരട്ടെ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ എപ്പോഴും ദൈവത്തെ ഉയർത്താൻ നമ്മുടെ കരങ്ങളിൽ ഒരു സ്തോത്രം ഉണ്ടായിരുന്നു. 2 തുള്ളി കണ്ണുനീരില്ലാതെ ദൈവത്തിന്റെ പാദപീഠത്തിൽ വരരുത്. 1, തെറ്റ് ചെയ്താൽ കുറവുകൾ ഉണ്ടെങ്കിൽ കരഞ്ഞുകൊണ്ട് സോറി പറയാം. 2, നന്മ കിട്ടിയാൽ കരഞ്ഞുകൊണ്ട് നന്ദി പറയാൻ എപ്പോഴും 2 തുള്ളി കണ്ണുനീര് നമ്മുടെ ഉണ്ടായിരിക്കണം. അതാ ജീവിതത്തിലെ അനുഗ്രഹം. എവിടെയോ പ്രാർത്ഥന കുറഞ്ഞുപോയി, എവിടെയോ ആരാധന കുറഞ്ഞുപോയി, എവിടെയോ വചനധ്യാനം കുറഞ്ഞുപോയി, കർത്തൃമേശയിൽ നിന്ന് മാറി നിൽക്കുന്നു. ആരാധന മനഃപൂർവ്വം മടക്കാനുള്ള സാധ്യതകളുണ്ട്. ഭയമുണ്ട്, ഭീരുത്വമുണ്ട്. എന്നാൽ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ തന്നതാ ആരോഗ്യം, നീ തന്നതാ ജോലി, നീ തന്നതാ വിദ്യാഭ്യാസം, നീ തന്നതാ വാഹനം, നീ തന്നതാ കുടുംബം, നീ തന്നതാണ് ശമ്പളം, നീയാണ് എല്ലാം. നീയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. നിന്റെ നാമം മഹത്വം. തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ എനിക്ക് പാമ്പനാറ് ഒരു നിവാസിയുണ്ട്, ജോബി ഭാഷ. ഒത്തിരി സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു സഹോദരൻ അവിടെ ഉണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കും, അവിടെ തമിഴൊക്കെ സംസാരിക്കുന്ന പ്രിയപ്പെട്ടവര് ഇവിടെ പ്രിയപ്പെട്ടവരെ കണ്ടത് ഞാൻ ഒത്തിരി സന്തോഷം. ഞാൻ ചിന്തിക്കുകയും ചെയ്തില്ല, പാമ്പനാറിലാണോ എന്ന് ചിന്തിക്കുകയും ചെയ്തു. അവിടെ ഇടയ്ക്കിടയ്ക്ക് അയ്യാ ഒരു സ്തോത്രം കൊടുങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ബോർഡ് പോടും. പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ ഒരു ബോർഡ് പറയാമോ അവൻ പറയും പ്രീസോ. ഇടയ്ക്കിടയ്ക്ക് സ്തോത്രം പറയും പ്രീസോ. ആ പാട്ടൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമാണ്. ആണ്ടവരെ, അപ്പാ, യേശുവേ, നേസരിപ്പേ എന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷത്തോടെ പാടുന്നത് കാരണം പല ഭാഷയിലുള്ളവരൊക്കെ ദൈവത്തെ ആരാധിക്കാൻ ഈ കുവൈറ്റിന്റെ പട്ടണത്തിൽ കടന്നു വന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഒരു ആത്മസാന്നിധ്യം ഇന്ന് രാത്രി ഇതിനകത്ത് ചലിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഒരു വചനം വായിച്ച് ദൈവാത്മാവ് എനിക്ക് ചില ചിന്തകൾ പറഞ്ഞ് പെട്ടെന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവിന്റെ നാമത്തിൽ ശരണപ്പെടുന്നു. ആമേൻ, 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 ആമേൻ. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം പെട്ടെന്ന് വായിച്ച്. വരവിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മളും ഇതുപോലൊക്കെ ചിന്തകൾ വരിക. പക്ഷേ ഗലീലയില് യഹൂദ്യ ശമരിയ 3 ഡിസ്ട്രിക്റ്റുകളായി തിരിച്ച പാലസ്തീൻ നാടിൽ യേശു കർത്താവിനെ കൂടുതലായിട്ട് അറിയപ്പെടുന്നത് ഗലീലക്കാരനായ യേശുവ. എന്തിനാണ് ഗലീലയ്ക്ക് ഇത്ര പ്രത്യേകത ഉള്ളത്? 1, 2, 3 വാക്യം വായിച്ചിട്ട് വചനത്തെ കയറി വന്ന് പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുക. യോശുവയുടെ പുസ്തകം 20-ാം അധ്യായം 7-ാമത്തെ വാക്യം. യോശുവയുടെ പുസ്തകം 20:7 പെട്ടെന്ന് വായിച്ചു. അവൻ നഫ്താലി മലനാട്ടിൽ ഗലീലയിലെ കേരശ് നോക്കിയേ. യോശുവയുടെ കാലഘട്ടത്തിലെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ലേവ്യ ഗോത്രത്തിലെ പിതൃഭവന തലവന്മാരും പുരോഹിതന്മാരും എല്ലാം കൂടെ വന്ന് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് പാർക്കാനും പട്ടണങ്ങളും ഞങ്ങളെ ആടുമാടുകൾക്ക് മേഞ്ഞു നടക്കാനുള്ള പുൽപ്പുറങ്ങളും കിട്ടണം. അതുകൊണ്ട് മോശയുടെ കാലഘട്ടത്തിൽ പറഞ്ഞ പ്രവചന നിവർത്തി ഇതുവരെയായിട്ട് വാഗ്ദത്തങ്ങളും അവകാശങ്ങളും ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അവകാശങ്ങൾ വേണം. ലേവ്യ ഗോത്രത്തിലെ പുരോഹിതന്മാരും കുടുംബത്തലവന്മാരും എല്ലാം കൂടെ പറഞ്ഞു അവകാശം വേണം. അങ്ങനെ കിട്ടിയ ഒരു ഭാഗ്യം നമ്മൾ വായിച്ചത് നഫ്താലി ഗോത്രത്തിന് അവകാശമായി കിട്ടിയ ഒരു ഭൂമിയാണ് 19-ാം അധ്യായം 32 മുതൽ 39 വരെ വായിച്ച. പെട്ടെന്ന് 32 37-ാമത്തെ വാക്യം വായിച്ചവരുടെ നാട്ടില് എഫ്രൈം ഗോത്രത്തിന് അവകാശമായി കിട്ടിയ ഒരു ഭൂമിയാണ് എന്തുവാ?
ഗലീല എന്ന സ്ഥലത്ത് കിട്ടിയ ഒരു സ്ഥലമാണ് കേദശ് എന്നത്. സങ്കേത നഗരങ്ങളുടെ ഒരു പട്ടണമാണ്. അത് മാത്രമല്ല, ലേവ്യ ഗോത്രത്തിന് പുരോഹിതന്മാർക്ക് അവകാശമായി പതിച്ചു കിട്ടിയ ഭൂമിയാ ഏതാ? ഈ ഗലീലയിലെ കേദശ് എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാർ പറഞ്ഞു, ഈ ഗലീലയ്ക്കകത്ത് ഇനി ഒരു പരിപാടി നടക്കത്തില്ല. ആടുമാടുകൾക്ക് മേഞ്ഞു നടക്കാനേ കൊള്ളത്തുള്ളൂ, പാർക്കാനും കൊള്ളത്തില്ല. ആടുമാടുകൾക്ക് മേഞ്ഞു നടക്കാനുള്ള പുൽപ്പുറങ്ങളായി വേർതിരിച്ച ഒരു പട്ടണമാണ് ഗലീല എന്ന് പറയുന്നത്. പുരോഹിതന്മാർ തഴഞ്ഞ ഒരു പട്ടണം. 2 1 രാജകുമാരന്റെ പുസ്തകം 9-ാം അധ്യായം 11-ാം വാക്യത്തിൽ വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ. 1 രാജകുമാരൻ 9:11. അടുത്ത ഒരാള് യെശയ്യാവ് 9:1-2. പെട്ടെന്ന് 1 രാജകുമാരൻ 9:11. ശലോമോൻ യഹോവയുടെ ആലയം 20 സംവത്സരം കൊണ്ട് പണിത ശേഷം സോർ രാജാവായ ഹീരാം ശലോമോന് ഇഷ്ടം പോയൊക്കെ ദേവദാരുവും സരളമരവും സ്വർണവും കൊടുത്തിരുന്നതുകൊണ്ട് ശലോമോൻ രാജാവ് സോർ രാജാവായ ഹീരാമിന് ഗലീല ദേശത്ത് 20 പട്ടണങ്ങൾ ദാനമായിട്ട് കൊടുത്തു. ശരിയേ? അങ്ങനല്ലേ? സോർ രാജാവായ ഹീരാമും ശലോമോനുമായിട്ട് ഭയങ്കര സ്നേഹമാ. യെരൂശലേം ദേവാലയം പണിയുന്ന സമയത്ത് ആനക്കൊമ്പും മയിലകൊണ്ടും പലവിധമായ ക്രമീകരണങ്ങൾ ശലോമോനുമായിട്ടുള്ള ബന്ധത്തിൽ ചെയ്തതുകൊണ്ട് ഭയങ്കര സ്നേഹമാ. രാജാവും ശലോമോനും ഹീരാവും തമ്മിൽ ഭയങ്കര സുഹൃത്തുക്കളായതുകൊണ്ട് ഇഷ്ടദാനമായിട്ട് ഗലീലയിലെ പട്ടണങ്ങൾ കൊടുത്തതാ. എന്നാൽ അടുത്ത വാക്യം വായിക്കുമ്പോൾ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ സോർ രാജാവായ ഹീരാം സോറിൽ നിന്ന് ഈ ദേശങ്ങൾ ഗലീലയിലെ പട്ടണങ്ങൾ കാണാൻ വന്നപ്പോൾ അവര് ബോധിക്കാത്തത് കൊണ്ട് അത് കാബൂൾ ദേശമെന്ന് അറിയപ്പെട്ടു. അത് ഇന്ന് വരെ പറഞ്ഞു വരുന്നെന്ന് പറഞ്ഞാൽ കാബൂൾ ദേശം എന്ന് പറഞ്ഞാൽ ഗലീലയിലെ 20 പട്ടണങ്ങൾ രാജാവിന് ബോധിച്ചില്ല, കൊള്ളത്തില്ല. രാജാവ് തടഞ്ഞ പട്ടണമാണ് ഗലീല. ഇനിയും യെശയ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിച്ചു. വലിയൊരു വെളിച്ചം കണ്ടു, തിമിരം പിടിച്ച ദേശം, അന്ധത പിടിച്ച ദേശം. പ്രവാചകനായ യെശയ്യാവ് പറയുക, ഇത് തിമിരം പിടിച്ച ദേശമാണ്, ഇരുട്ടിലിരിക്കുന്ന ജനമാണ്, ജാതികളുടെ ദേശമാണ്, യോർദാൻ അക്കരെയുള്ള നാട്. സുബൂലൂൻ ദേശം, നഫ്താലി ദേശത്തിൽ ഹീനത വരുത്തിയെങ്കിൽ പിന്നത്തേതിൽ കടൽ വഴിയായി ജാതികളുടെ മണ്ഡലത്തിൽ വെളിച്ചം കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുക, ഇരുട്ടിലിരുന്ന ജനം. ഇതിനെ കുറിച്ച് എന്താ പറയുന്നത്? മത്തായി സുവിശേഷം 4:14 വായിച്ചേ. മത്തായി 4:14. കടൽക്കരയിലും യോർദാൻ അക്കരെയുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടുവെന്ന് നിഴലിൽ ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു വന്ന് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ച പ്രവചനത്തിന് നിവർത്തി സംഗതി വരുവാൻ യേശു കർത്താവ് ഗലീലയിലേക്ക് വന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പ്രവാചകനും പറഞ്ഞു, ഇത് തിമിരം പിടിച്ച ദേശമാണ്, ജാതികളുടെ പട്ടണമാണ്, ഇരുട്ടിലിരിക്കും, ഇതിനകത്തൊരു ദൈവപ്രവൃത്തിയില്ല. പഴയ നിയമത്തിലെ 3 പ്രധാനപ്പെട്ട വ്യക്തികളാണ് പുരോഹിതൻ, രാജാവ്, പ്രവാചകൻ. പഴയ നിയമത്തിൽ ഇവരില്ലാതെ ജനമില്ല, ഇവരില്ലാതെ രാജ്യമില്ല, ഒരു രാജാവില്ലാതെ രാജ്യമില്ല, ഒരു പ്രവാചകനില്ലാതെ ദൂത് കേൾക്കാൻ പറ്റത്തില്ല, ഒരു പുരോഹിതനില്ലാതെ ജനത്തിന് യാഗമർപ്പിക്കാൻ പറ്റത്തില്ല. പഴയ നിയമത്തിലെ 3 പേർ തഴഞ്ഞു. പുരോഹിതൻ പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ട് ഒരു പ്രയോജനമില്ല, ഇത് തഴഞ്ഞതാ. പ്രവാചകൻ പറഞ്ഞു, ശാസിച്ചിട്ട് പ്രയോജനമില്ല, ഈ പോരാട്ടം മാറത്തില്ല, ഈ ബാധ മാറത്തില്ല, ഇതിനെ തഴഞ്ഞതാ. രാജാവ് പറഞ്ഞു, എത്ര നിയമങ്ങളിൽ ഒപ്പിട്ടിട്ടും എത്ര ട്രാൻസാക്ഷൻ ചെയ്തിട്ടും ഈ നിയമം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതിനെ കൈവിട്ടു. രാജാവ് കൈവിട്ടത്, പ്രവാചകൻ കൈവിട്ടത്, പുരോഹിതൻ കൈവിട്ടതിന് ജാതികളുടെ പട്ടണമായ തിമിരം പിടിച്ച ദേശമായ ആടുമാടുകൾക്ക് മേഞ്ഞു നടക്കാനുള്ള പുൽപ്പുറങ്ങളായ രാജാവിന് ബോധിക്കാത്ത പട്ടണത്തിന്, മെനക്കേട് കൂലി പോലും കിട്ടാത്ത പട്ടണത്തിന് തച്ചന്റെ മകനായ യേശു എന്തിനാ വന്ന് കയറിയത്? തഴഞ്ഞിടത്ത് തുടങ്ങി വെക്കാൻ വേണ്ടിയാണ്. ആരൊക്കെ നിന്നെ തടഞ്ഞാലും, ഏതൊക്കെ വ്യക്തികൾ നിന്നെ തടഞ്ഞാലും, ഏതൊക്കെ പേപ്പറുകൾ ചലിക്കുന്നില്ലെന്ന് പറഞ്ഞാലും, പ്രവാചകന് വേണ്ട, പുരോഹിതന് വേണ്ട, രാജാവിന് വേണ്ട, പക്ഷേ യേശുവിന് നിന്നെ വേണം.
നീ എന്തോ പ്രവാചകനാണോ? യേശുവിന് പറയാൻ ഒരൊറ്റ കാര്യം, വെറും പ്രവാചകനല്ല, പ്രവാചകനിൽ മികച്ച പ്രവാചകൻ. നീ രാജാവാണോ? വെറും രാജാവല്ല, അവൻ രാജാക്കന്മാരുടെ രാജാവാ. അവൻ ഈ പുരോഹിതനാണോ? വെറും പുരോഹിതനല്ല, ശ്രേഷ്ഠ മഹാപുരോഹിതൻ. 3 പേര് ചെയ്യേണ്ട ജോലി ഒറ്റക്കെട്ടെടുത്ത് വിഷയത്തിന്റെ വിടുതലായി കാനാവിലെ കല്യാണത്തിന് പോയി അടയാളങ്ങളുടെ ആരംഭമായ യേശു ചില പ്രവൃത്തി ചെയ്തെങ്കിൽ ഇന്ന് രാത്രി ഇതിനകത്ത് അത് സംഭവിക്കണം. വിശ്വസിക്കുന്നവർ ആത്മാവിൽ ചലിച്ചുകൊണ്ടിരിക്കട്ടെ. തലമുറകൾക്ക് വേണ്ടി ചില വിടുതലുകൾ നടക്കട്ടെ, കുടുംബത്തിൽ ചില വിടുതലുകൾ നടക്കട്ടെ, ശരീരത്തിൽ ചില വിടുതലുകൾ നടക്കട്ടെ. സാമ്പത്തിക മണ്ഡലങ്ങൾ തടഞ്ഞിട്ടിരിക്കുക, വിസ പ്രോസസുകൾ ചലിക്കുന്നില്ലായിരിക്കാം, ജോലി മണ്ഡലങ്ങൾ ചലിക്കുന്നില്ലായിരിക്കാം, വീടിന്റെ പണികളായിക്കോട്ടെ, ആദ്യ ശുശ്രൂഷകളായിക്കോട്ടെ, ആർക്കും ബോധിക്കാതെ നിന്നെ മാറ്റിയിട്ടില്ല. പക്ഷേ അടയാളങ്ങളുടെ ആരംഭമായി ചെറുത് ചെയ്യാൻ, മികച്ചത് ചെയ്യാൻ അഴിച്ചുപണികൾ ചെയ്യുക. ഏതൊക്കെയോ മേഖലകളിൽ അവൻ ബന്ധിക്കപ്പെട്ടത്, അവൻ കുരുക്കുമുറി കിടക്കുന്നത് ആത്മാവ് അഴിച്ചു മാറ്റുന്നതിനായി പൈശാചിക മണ്ഡലങ്ങളെ ഉടച്ചു കളയുന്ന ഒരു അഭിഷേകം പറയുന്നത് അഴിച്ചു കളയുവാൻ, ബന്ധിച്ചതിനെ അഴിച്ചു കളയാൻ ഞാൻ നിന്റെ കൂടെ ആളായിട്ടില്ലെങ്കിലും 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞവൻ അവന്റെ ആത്മാവാകുന്ന കാര്യസ്ഥനെ അകത്തു തന്നത് അഭിഷേകത്താൽ ചിലരെ പൊട്ടിക്കാനാണ്. പറയുമ്പോൾ അന്യഭാഷ പറയുമ്പോൾ അറിയാതെ ചില നൂലാമാലകൾ, അറിയാതെ ചില കെട്ടുകളെ നിങ്ങളുടെ പരിശുദ്ധാത്മാവ് അഴിച്ചു മാറ്റുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. തലമുറകളെ അഭിഷേകം ഇറങ്ങട്ടെ. അവരുടെ ഭാവിക്ക് നിലനിൽക്കുന്ന ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ ഉത്തരവാകട്ടെ. ജോലി മേഖലകളിലേക്ക് അത് വ്യാപരിക്കപ്പെടട്ടെ. ശുശ്രൂഷ മേഖലകളിൽ അത് വ്യാപരിക്കട്ടെ. കുടുംബ ജീവിതത്തിൽ അത് വ്യാപരിക്കട്ടെ. നിന്റെ കുരുക്കടിച്ച് തോളത്തിട്ട് വരുന്ന ഒരു നല്ലിടയ നിന്റെ മകൾ ഇവിടെ. മനുഷ്യന്റെ ഒന്നാമത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? അവനെ സ്നേഹിക്കാൻ ആരുമില്ല, അവനെ ബഹുമാനിക്കാൻ ആരുമില്ല, അവനെ ചേർത്ത് പിടിക്കാൻ ആരുമില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഭാര്യയും മക്കളെയും കുടുംബത്തെ പോലും വിഷമറിയാതെ 10 പേരുടെ മുമ്പിൽ കരയാൻ പോലും മടി കാണിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് വാഹനവും വീട്ടിലെടുത്ത് ഈന്തപ്പന തോട്ടത്തിൽ മരുഭൂമിയിൽ വണ്ടിക്കകത്ത് AC വിട്ടിട്ട് വെല്ലുവായി ഒറ്റയ്ക്കിരുന്ന് കരയുക. ചോദിച്ച അച്ഛ എന്തിനാ കരയുന്നത്? പാസ്റ്ററെ ചങ്ക് പൊടിക്കുന്ന വേദനയുണ്ട്, ഇത് എവിടെ ചെന്ന് തീരുമെന്ന് അറിയത്തില്ല. എവിടെ ചെന്ന് കാലുറപ്പിക്കണം അറിയത്തില്ല. ഭാര്യയോട് മക്കളോട് ദൈവദാസന്മാരോട് വിശ്വാസത്തോടെ പറയാൻ പറ്റില്ല. പക്ഷേ എന്നോട് ദൈവാത്മ പറഞ്ഞ ഒരു കാര്യം, നീ കരയുന്നിടത്ത് ഇറങ്ങി വരുന്ന ഒരു പെരുന്തച്ഛനായ, ഒരു ദക്ഷനായ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥരായ ആവേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിന്റെ ശക്തി നിന്റെ ശരീരത്തിന് ബുദ്ധിമണ്ഡലങ്ങളെ അത് വെളിപ്പെടുത്തുന്നത് ഉറപ്പാണ്. ഒട്ടപ്പരീക്ഷയ്ക്ക് പൈസയെടുത്ത് ലോണുമെടുത്ത് ജപ്തി നോട്ടീസ് വരാതെ വീട് പണി തുടങ്ങി പല കാര്യങ്ങൾ പ്രോസസ് ചെയ്തു. മക്കളുടെ വിവാഹം, ജോലി, പല കാര്യങ്ങൾ പ്രോസസ് ചെയ്തു. പക്ഷേ ഇതെന്ന് കൊടുത്തു തീർക്കുമെന്ന് അറിയത്തില്ല. മാറി വരുന്ന നിയമങ്ങൾ, പേപ്പറുകൾ ചലിപ്പിക്കുക എതിരായിട്ടാണ് വരുന്നത്. പുരോഗതിമാർക്ക് വരാൻ പറ്റുന്നില്ല, പ്രാർത്ഥന നടത്താൻ പറ്റത്തില്ല. ബേസ്മെന്റുകൾ മുഴുവനും പൊളിച്ചുകൊണ്ടിരിക്കുക. ഒരു പ്രവാചകന് വരാൻ പറ്റത്തില്ല. വിസിറ്റിംഗ് വന്നു കഴിഞ്ഞാൽ പ്രവാചകന്മാർക്ക് പേടിയാ. എന്നാൽ എന്റെ യേശുവിന് ഒരു വിസിറ്റിംഗ് വിസയും വേണ്ടാതെ, ഒരു യേശുവിന് ഒരു ബേസ്മെന്റ് വേണ്ടാതെ നീ നടന്നു പോകാനും നിന്റെ കരം പിടിക്കാൻ അവൻ മതിയായ ദൈവമാണ്. അവന്റെ മഹത്വം ഇതിനകത്ത് വ്യാപരിക്കുന്നതിനായി ദൈവസഭയെ
പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നത് കാനാവിലെ കല്യാണത്തിന് ഒരു കുടുംബത്തിന്റെ തല കുനിയും എന്ന് തോന്നിയ സമയത്ത് എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ലെന്ന് സ്വന്തം അമ്മയോട് പറഞ്ഞ മകനായ എന്നാൽ സൃഷ്ടിയുടെ ഉദ്ധയവനായ ഈ സോളാർ സിസ്റ്റത്തെ, സകലത്തെ, ആകാശത്തെ, ഭൂമിയെ ചമച്ചവനായ പെരുന്തച്ഛനായ കർത്താവ് പറയുക, ഞാൻ പ്രവർത്തിക്കാൻ പോകുക, തടുക്കാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. മാതാവേ, പിതാവേ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ദൈവം ഈ 2026 പ്രവർത്തിക്കാൻ പോകുക. പക്ഷെ കർത്താവ് പറയുന്ന ഒരു കാര്യം, ഞാൻ പ്രവർത്തിക്കണമെങ്കിൽ ഇതൊരു 3 കാര്യം നടക്കണം. ഒന്ന്, കൽപാത്രത്തിലെ വെള്ളം വീഞ്ഞാകുന്നതിന് മുമ്പേ, കലവറയ്ക്കകത്ത് പോകുന്നതിന് മുമ്പേ ഇരുന്ന പാത്രത്തിന്റെ സിറ്റുവേഷൻ ഒന്ന് ചേഞ്ച് ചെയ്യും. മണ്ണ് പിടിച്ച, ചെളി പിടിച്ച ആ പാത്രം അവിടുന്ന് എടുത്ത് മാറ്റി. 2, പാത്രത്തിലെ എച്ചിരി മുഴുവനും കളഞ്ഞു, കഴുകി, പുറവും അകവും ഒരുപോലെ കഴുകി. 3, ദൈവം പറഞ്ഞത് ചെയ്തു. ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ പുരോഹിതന് വരാത്ത, പ്രവാചകന് വരാത്ത, രാജാവിന് വരാൻ പറ്റാത്ത വിഷയത്തില് ദൈവം ഇടപെടണമെങ്കിൽ, കർത്താവ് ഇടപെടണമെങ്കിൽ നമുക്കൊരു ചേഞ്ച് വരണം, നമുക്കൊരു കണ്ണുനീരുണ്ടാകണം. കർത്താവ് പറയുന്നത് ചോദ്യം ചെയ്യാതെ അനുസരിക്കാൻ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ ഈ പുറംപുറമ്പി കിടക്കത്തില്ലെന്ന് നിന്നെ തലവറയ്ക്ക് കൊണ്ടുപോകാൻ ഇത്രയും മാധുര്യമായ വീഞ്ഞ് ഇത് എവിടെ വെച്ചിരിക്കുകയാണെന്ന് ചോദിക്കത്തക്ക രീതിയിൽ ഒരു അനോയിന്റിങ്, ഇന്ന് രാത്രി ഇതിനകത്ത് സംഭവിക്കുന്നതിനായി സ്തോത്രം. ഒരാത്മാവിന്റെ പകർച്ച ഇതിനകത്ത് വെളിപ്പെടുന്നതിനായി സ്തോത്രം. വിശ്വസിക്കുന്നവർ അല്പസമയം ആത്മാവിൽ ചലിച്ചു ആത്മഹത്യ ചെയ്യാൻ തുടങ്ങിയപ്പോൾ, രോഗനിമിത്തം ഡോക്ടർമാർ തള്ളി, പ്രാർത്ഥിക്കാൻ പകർച്ചവ്യാധിയാണെന്ന് പറഞ്ഞ് ഒരു പുരോഹിതനോ പ്രവാചകനോ മാത്രം വരാതിരുന്നപ്പോൾ, പ്രവാചകന്മാർക്ക് കാശ് മതി, പുരോഹിതന്മാർക്ക് സമയമില്ല, മാറിക്കണം. പക്ഷെ മുറിവെറ്റ് വഴിയിൽ കിടക്കുന്ന, കള്ളന്മാരാൽ മുറിവെറ്റ് അർത്ഥഭക്തനായി വഴി കിടക്കുന്നവരെ മുറിവെച്ച് കെട്ട് ആരുമില്ലാതിരുന്നപ്പോൾ ഒരു നല്ല ശമരിയക്കാരൻ വന്നു. നിന്റെ മുറിവുകളെ കെട്ടാൽ ഇന്ന് രാത്രി ഇതിനകത്ത് നല്ല ശമരിയക്കാരനായ യേശു ഇതിനകത്ത് സത്രത്തിൽ കൊണ്ടുപോയി ചേർത്തിട്ട് പറഞ്ഞു, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ തിരിച്ചു വരുമ്പോ ഒരു 100 പറയുക. നിങ്ങൾ കർത്താവിന് വേണ്ടി, കർത്താവിന്റെ വേലക്കാരെ മാനിച്ചത്, ദൈവസഭയെ മാനിച്ചത്, ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തത്, സ്വത്രകാഴ്ച കൊടുത്തത്, ഓഫറിംഗ് കൊടുത്തത്, ഗിഫ്റ്റ് കൊടുത്തത്, ദൈവാസമാർക്ക് ഡ്രസ് വാങ്ങിച്ചു കൊടുത്തത്, വാഹനത്തിൽ കയറ്റിക്കൊണ്ട് യാത്ര ചെയ്തത്, ഇതുപോലെ ദൈവാത്മ വിളിച്ചു പറയുക, വീട്ടിൽ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചത്, സഭയായി ദൈവദാസന്മാരെ മാനിക്കുന്നത്, ദൈവകുഞ്ഞുങ്ങളെ മാനിക്കുന്നത്, ആരാധനയ്ക്കായി വണ്ടി പെട്രോൾ അടിച്ച് ഓടുന്നത്, ഇത് വെറുതാവല്ല. നിനക്ക് നന്മയുണ്ടെന്ന് ഉറപ്പ് വരുത്തുക, അനുഗ്രഹമുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. വേദപുസ്തകം നിമിത്തം, കർത്താവിന്റെ ക്രൂശ് നിമിത്തം 1 രൂപ ചെലവിട്ടാൽ അതിന് പ്രതിഫലമുണ്ടെന്ന് ഇതിനകം തിരിച്ചറിയട്ടെ. തിരിച്ചു തരുന്ന ഒരു ദൈവ സാന്നിധ്യം, മടങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യം. എല്ലാ കണ്ണുകളും നിമിഷം അടച്ച് പ്രാർത്ഥിക്കാറുണ്ട്. നീ ഉയർന്നവനായിരിക്കാം, നീ തകർന്നവനായിരിക്കാം, പാറപ്പെട്ടവനായിരിക്കാം. പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു കരമുണ്ട്. അഭിഷേകം പ്രാപിച്ചവർ നഗരങ്ങൾ ചലിച്ചു തുടങ്ങിയാട്ട്, അതിരങ്ങൾ ചലിച്ചു തുടങ്ങിയാട്ട്, ഇന്നവകൾ മുറിക്കുന്ന, മുറിവ് കെട്ടുന്ന ദൈവ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കപ്പെടട്ടെ. പ്രവാചകളിൽ മികച്ച പ്രവാചകനായ, രാജാതി രാജാവായ, ശ്രേഷ്ഠ മഹാപുരോഹിതനായ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥന്, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ഭൂമിയായ രക്തത്തിന്റെ ഉടമയുമായ കർത്താവ് ഇന്ന് പകൽ നമ്മുടെ കരം പിടിച്ചിട്ടുണ്ടെന്ന്, നമ്മുടെ കുടുംബത്തോടു കൂടെ ഉണ്ടെന്ന്, നമ്മുടെ ആരാധനയിൽ ഉണ്ടെന്ന് ഇന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് കർത്താവിൽ സ്തോത്രം ചെയ്യാം. പ്രവാചകന്മാർ കഴിക്കാത്തത്, പക്ഷേ എന്റെ യേശു കഴിക്കാത്ത ഒരു കെട്ടില്ല.
പുരോഹിതൻ മധ്യസ്ഥത നടക്കില്ല. എന്നാൽ പരിമിതിയുണ്ട്, പറ്റത്തില്ലെന്ന് പറയും. പക്ഷേ പിതാവിന്റെ സന്നിധിയില് കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യുമെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു മഹാപുരോഹിതൻ നമുക്കുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നെങ്കിൽ മുറിവുകൾ ഉണ്ടായിരിക്കാം, ഒറ്റപ്പെടലുകൾ ഉണ്ടായിരിക്കാം, കൃത്യസമയത്ത് സാമ്പത്തികമായും നന്മയില്ലായിരിക്കാം, ടെൻഷൻ ഉണ്ടായിരിക്കാം, ആരാധനയ്ക്ക് ഇറങ്ങി തിരിച്ചു, പ്രാർത്ഥനയ്ക്ക് ഇറങ്ങി തിരിച്ചു, ഒത്തിരി പേര് കളിയാക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ സകനടന്മാരെക്കാളും മാന്യനായ നായകനായ വിശ്വാസത്തിന്റെ നായകനായ പൂർത്തി വരുത്തുന്നവനായ ഒരു യേശു നമ്മുടെ കരം പിടിച്ചു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതെ ഇരിപ്പാൻ, അവനെ ധ്യാനിപ്പാൻ, അവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ ഒന്ന് സമർപ്പിക്കുക. കർത്താവേ, എന്റെ പ്രാർത്ഥന കുറവുണ്ട്, ആരാധന കുറവുണ്ട്, വചനധ്യാനത്തിൽ കുറവുണ്ട്. പലപ്പോഴും വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകുന്നു. എന്നിട്ട് നീ എന്നെ ചേർത്ത് പിടിച്ചതിനായി സ്തോത്രം. ഞാൻ നഷ്ടപ്പെടാൻ നീ ആഗ്രഹിക്കുന്നില്ല, ഞാൻ മാറിപ്പോകാൻ നീ ആഗ്രഹിക്കുന്നില്ല. എന്നെ, കുടുംബത്തെ, കുടുംബത്തെ, ആത്മീയ ശുശ്രൂഷകളൊക്കെ ചേർത്ത് പിടിക്കുന്ന കർത്താവേ, അന്ത്യത്തോളം വിശ്വസ്തനായിരിക്കാം. എന്നെ സമർപ്പിക്കുന്നു കർത്താവ്. ജനത്തെ ബ്ലസ് ചെയ്യും, പ്രിയപ്പെട്ടവരെ ബ്ലസ് ചെയ്യും. എല്ലാ ദുഃഖങ്ങളിലും നിഗ്രഹിക്കപ്പെട്ടവരായിരിക്കാം, സ്നാനപ്പെട്ടവരായിരിക്കാം, അഭിഷേകം പ്രാപിച്ചവരായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി എവിടേക്കും ഒരു മുറിവ്, എവിടേക്കും ഒരു ചെറുത്ത് പിടിക്കൽ, എവിടേക്കും ഒരു കരം ആവശ്യമുണ്ടെങ്കിൽ ഇന്ന് പകൽ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തിയാട്ട് ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രി വെളിപ്പെടട്ടെ, ദൈവ സാന്നിധ്യം വെളിപ്പെട്ടു വരട്ടെ. കർത്താവേ, ഈ കരമുയർത്തി പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അവരുടെ കുടുംബത്തിലേക്ക് ഇന്ന് രാത്രി ഇറങ്ങി ചെല്ലണമേ, അവരെ ഒന്ന് ആശ്വസിപ്പിക്കണമേ, അവരെ ബലപ്പെടുത്തണമേ. വചനത്താൽ അവർ ആത്മാവിൽ ബലപ്പെടട്ടെ, വചനത്താൽ ശക്തിയിൽ ബലപ്പെടട്ടെ. പിതാവിന്റെ, പുത്രന്റെ, പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ സഭയെ, അഭിഷിക്തനെ, കുടുംബത്തെ, പ്രിയപ്പെട്ടവരെ എല്ലാവരും ബ്ലസ് ചെയ്യുക. ജോലി മേഖലയിൽ അവർ സ്വസ്ഥത അനുഭവിക്കട്ടെ, കുടുംബജീവിതത്തിൽ സന്തോഷം അനുഭവിക്കട്ടെ. അവരുടെ നന്മ ഹോസ്പിറ്റലിൽ പോകാൻ അനുവദിക്കരുത്, അവരുടെ നന്മ ഒരു വിഷയത്തിൽ വിശാലം തട്ടിക്കൊണ്ടുപോകാൻ അനുവദിക്കരുത്. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. നന്മയും കരുണയും ആയുഷ്കാലം എന്നെ പിന്തുടരും വായിക്കുന്നത് പോലെ യേശു കർത്താവിന്റെ മഹത്വം ഖനാവിലെ കല്യാണത്തിന്റെ കലവറയിലെ വീതിപാത്രത്തിൽ വീതി നിറച്ചതുപോലെ ഈ ദിവസങ്ങളിൽ മഹത്വം ചില അടയാളങ്ങൾ കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം, അതിനായി സമർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.